ഒരു കിഡിലൻ സ്പാനിഷ് ബ്രോക്കോളി കറിയാണ്. സ്പാനിഷ് ബ്രോക്കോളി കറി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തു. ബ്രോക്കോളി വെച്ചിട്ടാണ് നമുക്ക് നോമ്പിനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറി തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ഇതിൽ പച്ചക്കുരുമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊടി വേണമെങ്കിൽ പൊടി ഉപയോഗിക്കാം. അതിലേക്ക് ബ്രോക്കോളി കഴുകിയതും കൂടെ ആഡ് ചെയ്തു. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ബ്രോക്കോളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പച്ച കുരുമുളകും ഒക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഇനി നമുക്കൊരു ബട്ടറാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഞാൻ ഒരു ബട്ടറിൻ്റെ ഹാഫ് കംപ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ബട്ടറാണ് ഇതിൽ കൂടുതലും ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ആഡ് ചെയ്തു. ചിക്കനിൽ നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചതാണ്. അത് വളരെ കുറവ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്കൊരു 4 വറ്റൽമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അല്പം പാലൊഴിച്ചിട്ടുണ്ട്. തേങ്ങാപ്പാലല്ല, മിൽമയുടെ പാലാണ്. അപ്പോൾ നിങ്ങളത് ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും. ഇനി മിൽമ പാൽ എങ്ങനെ കറിയിൽ ഒഴിക്കാമെന്നൊന്നും ചിന്തിക്കേണ്ട, ധൈര്യമായിട്ട് ഒഴിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ അല്പം കൂടെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ടറാണ് കൂടുതൽ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാൽ മതി. ഇതെല്ലാം കുറച്ചും കൂടെ വറ്റിയ രീതിയിലാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വറ്റിയ രീതിയിലാണ് താല്പര്യം, അതുകൊണ്ട് കുറച്ചും കൂടെ ഞങ്ങൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വൈകിട്ട് നമ്മൾ ചായയോ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഈ ഒരു കറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റുന്ന കറിയാണ്.